പാകിസ്ഥാനെ ട്രംപണ്ണൻ നമ്പിന എന്ന പാകിസ്ഥാൻ ഊമ്പിന. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. അതായത് ഇറാൻ അമേരിക്ക വാറിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെയും ട്രംപിൻ്റെയും ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നല്ലോ പാകിസ്ഥാൻ. അതായത് ചർച്ച നടത്തുന്നു, ബൈലാറ്ററൽ ടോക്ക് നടത്തുന്നു, JD വാൻസ് വരുന്നു, ഇവിടുന്ന് അബ്ബാസ് അറാക്ചി പോകുന്നു, അപ്പുറത്തപ്പുറത്ത് 2 റൂമിലായിട്ടിരിക്കുന്നു. മറ്റേ ഇയാൾ അസിമുനീർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇറാൻ പറയുന്നത് ഇവിടെ അവിടെ പോയി പറയുന്നു, അമേരിക്ക പറയുന്നത് ഇവിടെ വന്ന് പറയുന്നു. അങ്ങനെ സീസ് ഫയറിലോട്ട് പോകുന്നു. എന്തൊക്കെ കോലാഹലമായിരുന്നു അല്ലേ. ഇപ്പൊ വരുന്ന റിപ്പോർട്ട് എന്താണെന്നറിയോ? അമേരിക്കനെ ഊമ്പിച്ചുകൊണ്ട് ഈ ഇറാന്റെ കുറച്ച് വിമാനങ്ങൾ, അതായത് ഈ കാർഗോ വിമാനങ്ങളൊക്കെ പാകിസ്ഥാന്റെ മണ്ണിൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ എയർബേസിൽ ആരും കാണാതെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ പറയുന്നത് C-130 എന്ന് പറയുന്ന ഈ രഹസ്യ നിരീക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പാരാട്രൂപ്സിലേക്ക് ഇറക്കാൻ, അതേപോലെ തന്നെ ഈ അപായ ആൾക്കാരെ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനുള്ള റെസ്ക്യൂ മിഷനിൽ ഏർപ്പെടുന്ന വിമാനം, ഇങ്ങനത്തെ ഒക്കെ വിമാനമാണ് ഈ C-130 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വിമാനത്തിനെ ഇവരുടെ ഒരു നൂർഖാൻ എയർബേസിൽ ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതമായിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അനുവദിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അമേരിക്കയാണ് ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചേക്കുന്നത്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലും കുറച്ച് വിമാനങ്ങൾ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഇറാന്റെ കയ്യിൽ ആക്ച്വലി കുറച്ച് ഫൈറ്റർ ജെറ്റുകളുണ്ട്, കുറച്ച് പഴയ ഫൈറ്റർ ജെറ്റുകളാണെങ്കിൽ കൂടെ. അതായത് ഇപ്പോൾ ഗുർമൻ F-14 ടോം കാറ്റ് വിമാനം, ഇതൊരു 1979 ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ വരുന്നതിന് മുന്നേ ഇറാനിലേക്ക് എത്തിയിട്ടുള്ള വിമാനമാണ്. അതേപോലെ തന്നെ മക്ഡൊണാൾഡ് ഡഗ്ലസ് F-4 ഫാൻറ്റം 2 എന്ന് പറയുന്ന വിമാനം. പിന്നെ ഉള്ളത് നോർത്രോപ്പ് F-5 ടൈഗർ 2 എന്ന് പറയുന്ന വിമാനം. പിന്നെ മിക്യോൺ MiG-29 എന്ന് പറയുന്ന വിമാനം. അതേപോലെ തന്നെ സുഖോയ് Su-24 എന്ന് പറയുന്ന വിമാനം. പിന്നെ ഇതേ വിമാനങ്ങളെ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇറാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഹെസ്സ സഖ, അതേപോലെ തന്നെ കൊസാവാർ, യാസീൻ, ഇങ്ങനെ കുറച്ച് എയർക്രാഫ്റ്റുകൾ ബേസിക്കലി ഇറാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇറാൻ അങ്ങനെ എയർ സുപ്രീമസി ഇല്ലാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡേൺ പറയാൻ പറ്റത്തില്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ ഇല്ലാത്ത ഒരു രാജ്യമൊന്നും അല്ല. അപ്പൊ ഇവരുടെ കയ്യിലുള്ള വിമാനങ്ങളെ ഇവർ ആക്ച്വലി പരിശീലിക്കുന്ന വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ വിമാനങ്ങളൊന്നും തന്നെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള വിമാനങ്ങളല്ല, മോഡേൺ എയർക്രാഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റാത്ത വിമാനങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ വിമാനങ്ങളെ ഈ മോഡേൺ എയർക്രാഫ്റ്റുകളെക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ ടാക്കിൾ ചെയ്യുന്ന പണിയാണ് സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലോ ആൾട്ടിറ്റ്യൂഡിൽ, വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്ന് പരിശീലിക്കുക, അതേപോലെ തന്നെ മലനിരകളെ ഹൈഡ് ചെയ്തിട്ട് എങ്ങനെ പറക്കാം. ഇപ്പോൾ ഒരു ക്രൂയിസ് മിസൈലൊക്കെ പറന്നു പോകുന്ന പോലെ മലനിരകളോട് ചേർന്ന് മലനിരകൾക്കിടയിലൂടെ പറന്ന് എങ്ങനെ അറ്റാക്ക് നടത്താം, ഇത്തരം പരിശീലനങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാൻ അത്തരം പരിശീലനം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ കയ്യിലുള്ള എയർക്രാഫ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമേരിക്കക്കാണെന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കാണെന്നുണ്ടെങ്കിലും മാക്സിമം നാശനഷ്ടങ്ങൾ വരുത്താൻ പറ്റും. അപ്പൊ ഇത് മുൻകൂട്ടി അറിയാവുന്ന അമേരിക്കയാണ് ഈ B-2B ബോംബറുകളൊക്കെ കൊണ്ടൊക്കെ പോയിട്ട് ഇവരുടെ ലോഞ്ച് പാഡുകളും ഇവരുടെ റൺവേകളും അതേപോലെ തന്നെ ഇവരുടെ വിമാനങ്ങൾ ഡോക്ക് ചെയ്തേക്കുന്ന അത്തരം യാർഡുകളും എല്ലാം ആദ്യം തന്നെ അങ്ങ് നശിപ്പിച്ചത്. അപ്പോ എയർ ഡിഫൻസ് ഒന്നും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള എയർ അറ്റാക്കും ഇറാന് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റരുത് എന്ന ലക്ഷ്യം, എന്ന ഒരു നിശ്ചയദാർഢ്യം യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ആദ്യമേ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് പിന്നീട് അവർ ഈ വാറിൽ യൂസ് ചെയ്തത്. കംപ്ലീറ്റ് എയർ അറ്റാക്കാണ് വന്നത്. പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് മുന്നേ കുറച്ച് റിപ്പോർട്ട് വന്നത്. അതായത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള US ബേസുകൾക്ക് നേരെ ഇറാൻ നടത്തിയിരിക്കുന്നത് ജസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഡ്രോൺ അറ്റാക്കോ അല്ലെങ്കിൽ മിസൈൽ അറ്റാക്കോ മാത്രമല്ല, അന്ന് അതിനകത്ത് ഒരു F-5 വിമാനം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സ്റ്റെൽത്ത് കപ്പാസിറ്റിയോ ഇത്രയും അധികം ദൂരം പറക്കാനുള്ള കഴിവോ ഒന്നുമില്ലാത്തൊരു വിമാനം ഇത്ര അധികം റഡാറുകളും സിസ്റ്റങ്ങളും ഉപയോഗിക്കുന്ന അമേരിക്കൻ ബേസുകൾക്ക് നേരെ അറ്റാക്ക് നടത്തി തിരിച്ചു വരാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ ഒരു വിമാനത്തിനെ കൂടെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് ഇറാൻ കുറച്ച് വീഡിയോസും പുറത്തു വിടുന്നത്. ഹോർമൂസിലൂടെ കടലിനോട് ചേർന്ന് അത്ര ലോ ആൾട്ടിറ്റ്യൂഡിൽ ഇവർ പറന്ന് പരിശീലിക്കുന്ന വീഡിയോസ് എല്ലാം പുറത്തു വിട്ടേ. അപ്പോൾ
ഈ ഈ അറ്റാക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഒമാനിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏകദേശം സമയങ്ങളിൽ തന്നെ അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു 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 ഇൻസ്റ്റിങ്ക്റ്റ് ഇറാൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം ഇന്റലിജൻസ് വിവരം ഇറാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ ഇവർ ഈ എയർക്രാഫ്റ്റുകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതും എങ്ങോട്ടാ മാറ്റിയേ? പാകിസ്ഥാനിലോട്ട്. പാകിസ്ഥാൻ ആരാ? അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്ത് അല്ലേ? അതായത് ഈ എന്താ പറയാ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ നാട്ടിൽ വന്ന് അവരെ നട്ട് നനച്ച് വളർത്തിയ തീവ്രവാദികൾ വന്ന് നമ്മുടെ നാടിന്റെ സമാധാനം കളഞ്ഞ സമയത്ത് അന്ന് ട്രംപ് വിളിച്ചോണ്ട് പോയതും ട്രംപ് സ്വീകരിച്ചിരുത്തിയതും ഈ പറയുന്ന ഇതേ അസിമുനീറിനെയാണ്. ആ അസിമുനീർ തന്നെയാണ് രണ്ട് തോണിനും കാലിട്ട് നിൽക്കുന്നത്. അതായത് അമേരിക്കയുടെ മണ്ണിൽ ഇറാന്റെ വിമാനങ്ങൾ ഒളിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ ഊമ്പിച്ചു വിട്ട് പാകിസ്ഥാൻ എന്നുള്ളത് വേണമെങ്കിൽ പറയാം അമേരിക്കനും ട്രംപിനെയും. എത്രത്തോളം ഇവര് വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല അമേരിക്കൻ ഒഫീഷ്യൽസ് പാകിസ്ഥാനെ അത്ര അധികം വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ട്രംപ് അണ്ണനായിരിക്കും വിശ്വാസത്തിൽ എടുക്കുന്നത്. അതായത് ഇറാനുമായിട്ട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഇറാനുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ടീം എന്ന നിലയ്ക്ക് മാത്രമായിരിക്കും കാണുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ സിൽക്ക് റൂട്ടിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ കൂറുള്ളത് അമേരിക്കയോടാണെന്ന് പറയാൻ പറ്റത്തില്ല. പാകിസ്ഥാന് ഏറ്റവും കൂറുള്ളത് ചൈനയോട് തന്നെയാണ്. പാകിസ്ഥാന് വേണ്ട എല്ലാ മിലിറ്ററി സഹായങ്ങളും പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായങ്ങളും യഥാർത്ഥത്തിൽ നൽകുന്നത് ചൈനയാണ്. അതായത് ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ വിട്ടുകൊടുക്കാതെ അതുവഴി മിഡിൽ ഈസ്റ്റിലോട്ടും ഇറാനിലോട്ടും ആ ഒരു ഏരിയയിലോട്ട് ഉള്ള ഒരു കണക്ഷൻ, ഒരു ട്രേഡ് റൂട്ട്, അതായത് ചൈന സ്വപ്നം കാണുന്ന ആ ഒരു ട്രേഡ് റൂട്ട് ഉണ്ട്. ആ റൂട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നും അത് പാകിസ്ഥാന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഈ കറക്റ്റ് അതിർത്തികൾ ഇവർക്ക് തമ്മിൽ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിലൊക്കെയുള്ള പലതരത്തിലുള്ള ജിയോ പൊളിറ്റിക്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ അതേസമയം ചൈനക്ക് കൂറുള്ളതും ചൈനയോട് കൂറുള്ളതുമായിട്ടുള്ള വേറെ രാജ്യം തന്നെയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇറാൻ അവരുടെ ഏറ്റവും എളുപ്പത്തിൽ അവരുടെ എയർക്രാഫ്റ്റുകൾ മാറ്റാനും ഒളിപ്പിക്കാനും പറ്റുന്ന ആ റീജിയനിലുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പാകിസ്ഥാനാണ്. പിന്നെയുള്ളത് യമനാണ്. യമൻ എന്ന് പറയുന്നത് ഭയങ്കര അസ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് അറിയാം. അവർക്ക് അത് അവിടെ എത്രത്തോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്നുള്ളതൊന്നും അറിയത്തില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എങ്ങനെയെങ്കിലും കണ്ണ് വെട്ടിച്ച് കയറി വന്ന് അടിച്ചെടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ അടിച്ചിട്ടോണ്ട് പോകും എന്നുള്ളതും അവർക്കറിയാം. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ തന്നെയാണ് പാകിസ്ഥാനിൽ ഇങ്ങനെ സാധനം ഇവർ സൂക്ഷിച്ചു വെച്ചു, അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിന് അനുമതി കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് അത് വിശ്വസനീയമായിട്ട് മാറുന്നതും ഈ സാഹചര്യങ്ങളിലെല്ലാം കൊണ്ടാണെന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ കാര്യം കൊണ്ടും മറ്റേ മിലിറ്ററി യൂണിഫോം ഒക്കെ ഇട്ട് ടെഹ്റാനിൽ പോയി ഇറങ്ങുന്നു. അവിടുന്ന് മറ്റേ അബ്ബാസ് അറാക്ചി ഇങ്ങോട്ട് വരുന്നു, JD വാൻസ് വരുന്നു, പിന്നെ അതേപോലെ തന്നെ ട്രംപിന്റെ മരുമോൻ വേറെ ചർച്ചയ്ക്ക് വരുന്നു, ഇവർ വരുന്നില്ല എന്ന് പറയുന്നു. അസിം മുനീറും പാകിസ്ഥാൻ ഇങ്ങനെ കയറി നിൽക്കുമായിരുന്നല്ലോ. അതിന്റെ ഇടയിൽ കൂടെയാണ് ബാക്കിൽ നിന്ന് കുത്തുന്ന 2 പണികൾ കൊടുത്തതെന്നുള്ളതാണ്. ഒന്ന്, 6 അതിർത്തികൾ ഇറാന് വേണ്ടി തുറന്നു കൊടുത്തു. ഇറാന് എവിടെ എണ്ണ സൂക്ഷിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലും ആ ഒരു പ്രതിസന്ധിയിലോട്ടും പോയപ്പോഴാണ് പാകിസ്ഥാൻ ഈ റൂട്ട് തുറന്നു കൊടുക്കുന്നത്. ടാങ്കറുകളിലോ കിട്ടുന്ന വണ്ടിയിൽ എണ്ണ കയറ്റി ചൈനയിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റി. അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട ഡ്രഗ്, ഈ സപ്ലൈസ് എല്ലാം പറയുന്നത് ഈ അതിർത്തി വഴി അവർക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ 2 വിധത്തിലാണ് ഊമ്പിച്ച് വിട്ടേക്കുന്ന അമേരിക്കനെ പാകിസ്ഥാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോക്കിനൊക്കെ വരുന്ന സമയത്ത് ഇവരെത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ടീമാണ് എന്നുള്ളത് ഒന്ന് ആദ്യമേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.